സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 നമസ്കാരം. ആദ്യം തന്നെ ധനുമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ ജനിച്ച പൂരം പിറന്ന പുരുഷനായ ശ്രീ രാമസ്വാമി അവർക്ക്, അദ്ദേഹം വടക്കാഞ്ചേരി സ്വദേശിയാണ്. എന്തെങ്കിലും ഒരു നിയോഗം പോലെ അദ്ദേഹം ഇവിടെ ഇരിഞ്ഞാലക്കുട പരിസരത്ത് താമസമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഉത്സാഹിയാണ്. ആ രാമസ്വാമിക്ക് ജന്മദിനാശംസകൾ, ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നമസ്കാരം. എനിക്ക് ഇവിടെ പറയാനുള്ള ഇരിഞ്ഞാലക്കുടയുടെ സംഗീത പാരമ്പര്യമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, പൊതുവായിട്ടുള്ള സംഗീതങ്ങളും ഉണ്ട്. നാടൻ സംഗീതങ്ങളും എല്ലാം കൂടി തൊട്ട് തലോടി ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിനെപ്പറ്റി ഞാൻ പറയാം. ഉണ്ണായി വാര്യർ ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ്, എല്ലാവർക്കും അറിയാം. നളചരിതത്തിൽ അനേകം രാഗങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംഗീതബോധം ഇല്ലാണ്ട് ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരാൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊട്ടാരത്തിൽ ഒരു കോൺട്രാക്ട്സും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് സംഗീതബോധം ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ നളചരിതം പോലെ ഒരു കാവ്യം എഴുതാനോ അതിൽ സംഗീതം നൽകാനോ കാലക്രമേണ മാറിയിട്ടുണ്ടാവും. പല രാഗങ്ങളൊക്കെ മാറി. ഈ ദ്വിജാവന്തി പോലുള്ള രാഗങ്ങളൊക്കെ പിന്നീട് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കുറുപ്പാശാൻ, ശ്യാമയൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിണാമം, നല്ല നിലയ്ക്കുള്ളൊരു പരിണാമം അതിലുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരിഞ്ഞാലക്കുടയുടെ സംഗീത പാരമ്പര്യം ഉണ്ണായി വാര്യർ, അകത്തൂട്ട് വാര്യത്ത് കുറുമാണിക്യസ്വാമിയുടെ ഘടകക്കാരനായ അകത്തൂട്ട് വാര്യത്ത് ഉണ്ണായി വാര്യരിൽ നിന്ന് തുടങ്ങുന്നു എന്ന് എനിക്ക് തോന്നുന്നു. രേഖപ്പെടുത്തിയത് കേട്ടോ, അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും, നമുക്കിതൊന്നും അറിയില്ലല്ലോ. പിന്നെയുള്ളത് 1919 വെള്ളാങ്ങല്ലൂർ കുന്നത്ത് മഠത്തിൽ കാമാക്ഷി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ജനിച്ചു. കാമാക്ഷിയുടെ അച്ഛൻ ചന്ദ്രശേഖരയ്യർ. അവരൊരു 10 സംഗീതത്തിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാഗപട്ടണത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയതെന്ന് അറിയില്ല. അവരുടെ സംഗീതത്തിൻ്റെ ആ മികവ് കാരണം അവരുടെ പേര്, അവർക്ക് ഒരു എന്താ പറയുക, വസന്ത കോകിലം എന്ന പേര് അവർക്ക് ലഭിച്ചു. NC വസന്ത കോകിലം എന്നാണ്. ആ N ഫോർ നാഗപട്ടണമാണ്. ഇരിഞ്ഞാലക്കുടയായിട്ട് യാതൊരു ബന്ധവും ആ പേരിലോ ഇനീഷ്യലിലോ ഇല്ല. എങ്കിലും അവർ ഇരിഞ്ഞാലക്കുടയിലാണ് ജനിച്ചത്. അവരുടെ കുടുംബക്കാർ ഇപ്പോഴും വെള്ളാങ്ങല്ലൂർ ഒരു കുന്നത്തുമടം ഫാമിലി ഉണ്ട്. അവിടെ പാട്ടമാളി റോഡിൽ മുല്ലോത്ത ഡോക്ടർ താമസിക്കുന്നില്ല, അതൊരു കുന്നത്തുമടമായിരുന്നു. അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് തൃശ്ശൂരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ 32ാമത്തെ വയസ്സിൽ അവർ നിര്യാതിയായി. 1919 ജനിച്ചു, 1951 മരിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവർ സംഗീത മേഖലയിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. അവർ എന്താ പറയുക, ഭഗവാൻ ഇത്തിരി ആയുസർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും വെന്നിക്കൊടി പാറിച്ചേനെ. പലർക്കും ഒരു സ്റ്റിഫ് കോമ്പറ്റേറ്റർ ആയേനെ, ആ കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഫാമിലി ലൈഫും കുറച്ച്, ആദ്യം ഒരു കല്യാണം കഴിച്ചു, അത് ഡൈവേഴ്സായി. പിന്നെ അന്നൊക്കെ ഫിലിം ഫീൽഡിലും ഉണ്ടാവല്ലോ, മ്യൂസിഷ്യൻ പറയുമ്പോൾ പാടി അഭിനയിക്കുക എന്നുള്ളത് GNBയും MS സുബ്ബലക്ഷ്മിയൊക്കെ ചെയ്തിട്ടുണ്ട്. പാവനാശൻ ശിവൻ മ്യൂസിക് ഡയറക്ടറായിരുന്നു. ഇതുപോലെ ഇവരും ആദ്യം 1940 അവർ ചന്ദ്രഗുപ്ത ചാണക്യ എന്ന സിനിമയിൽ പാവനാശം ശിവൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ അവർ പാടി അഭിനയിച്ചിരുന്നു. പിന്നീട് ഹരിദാസ, അങ്ങനെ 5-6 സിനിമകളിൽ അവർ അഭിനയിച്ചു.
1938 അവരുടെ 19 വയസ്സിൽ അവർ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ സംഗീതം ആലപിച്ചു. അവിടുന്ന് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. 1951 തിരുവയ്യാറിൽ ത്യാഗരാജോത്സവത്തിന് അവർ പാടിയിട്ടുണ്ട്. ഈ ത്യാഗരാജോത്സവം സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വരും. അപ്പോൾ 1951 അവർ പാടി. 1951 ഡിസംബറിൽ ട്യൂബർക്കുലോസിസ് എന്ന അസുഖം കാരണം മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മ്യൂസിക് അക്കാഡമിയുടെ സെക്രട്ടറിയായ വി ശ്രീറാം എന്ന ഹിസ്റ്റോറിയൻ പറയണത് അവർ അന്ന് ക്യാരിങ് ആയിരുന്നു, ഒരു ഷോക്ക് വന്നു, അബോർഷനിലാണ് മരിച്ചതെന്ന് തോന്നുന്നു. അതെന്തായാലും അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷെ അവരുടെ സംഗീതം, പ്രത്യേകിച്ച് ആ ഏൻപള്ളി കൊണ്ടേരയ്യ എന്നുള്ള മോഹനത്തിലൊക്കെ ഹൈ പിച്ചിൽ രസമായിട്ട് പാടിയിട്ടുണ്ട് അവർ. ഇതൊക്കെ ഈ കാലത്ത് ഇതൊക്കെ സുലഭമാണ്. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ സംഗീതം അനവധി കൃതികൾ ആലപിച്ചതൊക്കെ കേൾക്കാം. ഇവരെ കാമ്പോജി കല്യാണിയൊക്കെ ആലപിച്ചതൊക്കെ ഇഷ്ടംപോലെ കേൾക്കാം. ഒരു രംഗദുരൈ എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിയൻ, അങ്ങനെ അയ്യങ്കാരാണ്. ഈ രംഗദുരൈ എന്നുള്ള അങ്ങേര് ആ പേരിലൊരു കസർത്ത് കാണിച്ച് റാൻഡർ ഗൈ എന്നാക്കി. RANDORGUY. ആ റാൻഡർ ഗൈ ഇവരെക്കുറിച്ച് കുറേ അധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗൂഗിളിൽ പോയിട്ട് NC വസന്തഗോപാലൻ റാൻഡർ ഗൈ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും കുറേ. അപ്പോൾ അതിന് കൂടുതൽ മനസ്സിലാക്കാം. പിന്നെ ഇരിഞ്ഞാലക്കുടയുടെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് 2 ബ്രദേഴ്സിൻ്റെ കാര്യമാണ്. ഒന്ന് നെല്ലിക്കൽ ബ്രദേഴ്സ്, പിന്നെ ഒന്ന് MR പീതാംബരമേനോൻ, MR മധുസൂദനമേനോൻ. ഇവർ രണ്ടുപേരും ജന്മം കൊണ്ട് ഇരിഞ്ഞാലക്കുട ഫാമിലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത്തോളം നെല്ലിക്കൽ ബ്രദേഴ്സ് പെരുവനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അന്ന് കൈമളുടെയും ഭരണത്തിന് മുമ്പ് രാജാവിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായ സമയത്ത് ക്ഷേത്രത്തിലെ അടിയന്തരത്തിന് വേണ്ടി കൈമൾ അവരെ വരുത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഈ നെല്ലിക്കൽ ഗോവിന്ദൻകുട്ടി പണിക്കർ, കൃഷ്ണൻകുട്ടി പണിക്കർ, പരമേശ്വര പണിക്കർ, ഈ 3 പേരുടെ അമ്മാവൻ നെല്ലിക്കൽ ശങ്കരപ്പണിക്കർ, അദ്ദേഹത്തിന് തങ്കനാദസ്വരം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. തങ്കനാദസ്വരം അപ്പോൾ ഒരു എന്താ പറയുക, ഇന്ന് ഈ തങ്കവളൊക്കെ കൊടുക്കുന്ന പോലെ ഒരു രാജകീയമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്താവും. അതിൽ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നോ അതറിയില്ല. തങ്കനാദസ്വരം ഉണ്ടായിരുന്നു. ഈ ശങ്കരപ്പണിക്കരാണ് ഇവിടെ ഈ 3 മരുമക്കളെയും കൊണ്ട് കുൾമാണിക്കമ്പലേക്ക് വരികയും അവർ പിന്നീട് ഇവിടെ കഴകപ്രവൃത്തിയാവുകയും ചെയ്തു. അതിൽ ഗോവിന്ദൻകുട്ടി പണിക്കർ നാദസ്വരത്തെക്കാട്ടിലും കൂടുതൽ കർണാടക സംഗീത അഭ്യാസനത്തിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പരമപ്പണിക്കരും കൃഷ്ണൻകുട്ടി പണിക്കരും അവർ രണ്ടുപേരും കുടൽമാണിക്കമ്പലത്തിൽ നാദസ്വരമായിട്ട് സംഗീത സബരിയെ തുടർന്നിരുന്നു. അതുപോലെ 80s വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ലേറ്റസ്റ്റ് ജനറേഷനിലെ ആൾക്കാർക്കൊക്കെ അറിയാം. അത് ഈ കൃഷ്ണൻകുട്ടി പണിക്കരുടെ ശിഷ്യത്വം ഉണ്ട്. ഏതിൽ? തൃപ്പേക്കുളത്തിന് തവിൽ വാദനത്തിൽ. തൃപ്പേക്കുളം അച്ഛന്മാരെ തവിൽ വായിക്കുമായിരുന്നു. തൃപ്പയമ്പലത്തൊക്കെ കഴകളുള്ളപ്പോൾ അദ്ദേഹം അവിടെ നാദസ്വരത്തിന് തവിൽ വായിച്ചിരുന്നു. കുടൽമാണിക്കമ്പലത്തിലും ഇടയ്ക്ക് ഞാൻ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ തവിൽ വാദനത്തിന് കൃഷ്ണൻകുട്ടി പണിക്കരുടെ ശിഷ്യനാണ് തൃപ്പേക്കുളം. അതേപോലെ ഇരിങ്ങാലക്കുട അപ്പു നാദസ്വരം, അദ്ദേഹം കൃഷ്ണൻകുട്ടി പണിക്കരുടെ ശിഷ്യനാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് ഇവിടെ ഓഫ് സീസണിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഈ നാദസ്വരക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു എബവ് ആവറേജ് നാദസ്വരം വായിക്കുന്നവർ വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടുത്തെ ഫങ്ഷൻസിനൊക്കെ. അപ്പം അങ്ങനെ അപ്പു ആശാൻ നാദസ്വരമായിട്ട് മൈസൂരിലേക്ക് പോവുകയും അവിടെ പുട്ടണ്ണ എന്നുള്ള ആളെടുത്ത് കുറച്ചുകൂടി ഈ നാദസ്വരത്തിൽ സംഗീതം പഠിക്കുകയും ചെയ്തു. ഇരിങ്ങാലക്കുട അപ്പു പാരമ്പര്യമായിട്ടൊരു സംഗീതം രക്തത്തിലുള്ള ആളാണ്. ഒരു 70s കർക്കിടക മാസത്തിൽ വിളിച്ചാകുമ്പോൾ ഒരു 4-4:30 മണിക്ക് ഒരു പാണനും പാട്ടിയും തുകിലുണർത്ത് പാട്ടായിട്ട് വരും. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. കയ്യിലൊരു റാന്തലും നല്ല ആ അന്തരീക്ഷം തന്നെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ ഇംപ്രിൻറ്റഡ് ആണത്. കുറ്റാക്കുറ്റി ഇരുട്ടായിരിക്കും. റോഡിലൊക്കെ ലൈറ്റ് എന്താ പറയുക, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഒന്ന് നമ്മുടെ മെഴുകുതിരിയെക്കാട്ടിലും കഷ്ടിയാണ്. ചെറിയ ഫിലമെൻ്റ് ബൾബായിരുന്നു. ആ ഇരുട്ടത്ത് ഈ മഴയത്ത് ഈ ഇടിവെട്ടും കൊണ്ട് അവരൊരു കയ്യിലൊരു പെട്രോമാക്സ് ആയിട്ട് ഇവർ രണ്ടുപേരും വരും. എന്നിട്ട് ഗോവിന്ദ തുകിലുണരണേ, ഗോപാല തുകിലുണരണേ എന്ന് പറഞ്ഞ് പാടും. അപ്പോൾ വീടുകളിൽ അവരവരുടെ ശക്തിക്ക് അനുസരിച്ച് ഒരു മുറത്തിൽ എന്താ പറയുക, അരി, പലവ്യഞ്ജനങ്ങൾ, ഉപ്പ്, മുളക്, പുളി, വസ്ത്രം, കുറച്ച് ദക്ഷിണ ഇതായിട്ട് വെച്ച് കൊടുക്കും. ഈ അപ്പുവാശാൻ്റെ മകൻ ഇരിഞ്ഞാലക്കുട ഉണ്ട്. അയാൾ KSRTC ഉദ്യോഗസ്ഥനാണ്. ഹരി എന്നാണ് പേര്. അയാളുടെ കുട്ടികളും പാടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആ ലീനിയേജ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല. ഈ പണിക്കർ പ്രദേശത്തേക്ക് പോവാം. അല്ല, പീതാംബരമേനോൻ, മധുസൂദനമേനോൻ, MR പീതാംബരമേനോൻ, മധുസൂദനമേനോൻ എന്താ പറയുക, തലയിലെഴുത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് വെന്നിക്കൊടി പാടിയിരുന്ന അവർ എവിടെ നിന്നെങ്കിലും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടി ജീവിതത്തിൽ കുറച്ചുകൂടി ചിട്ടയും നിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
അവരെന്തായാലും ഇരിഞ്ഞാലക്കുടയുടെ ഭൂപടത്തിൽ ഒരു സംഗീതജ്ഞന്മാരുടെ പേര് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് അടയാളപ്പെടുത്തിയതിനെ അവർ. കാരണം അവർ ഇവിടെ തന്നെ ക്ലാസ് ആയിട്ടിരുന്നു. മധുസൂദൻ മേനോൻ എന്താ പറയുക, ആലുവയ്ക്ക് മാറി അവിടെ ആലുവ സംഗീത സഭയുടെ വിദ്യാലയം അവിടെ ക്ലാസ് എടുത്തിരുന്നു. ഇവരുടെ അച്ഛൻ, ഇവർ തിരുവനന്തപുരത്താണ് ജനിച്ചത്. ഇവരുടെ അമ്മ MR ഫോർ മാതൃപ്പള്ളി രാജൻ തമ്പി. അദ്ദേഹം ജഡ്ജായിരുന്നു തിരുവനന്തപുരത്ത്, ഇവരുടെ MRയുടെ അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് അവർ തിരുവനന്തപുരത്താണ്. അവർ 10 മക്കളാണ്. ഇവർ 2 പെണ്ണും 8 ആണും. അതിൽ പീതാംബരമേനോൻ തിരുവനന്തപുരം സാഹിത്യ സംഗീത കോളേജിൽ പഠിച്ചു. അന്ന് ഗാനഭൂഷണത്തിന് പകരം ഗായക എന്നുള്ളതാണ് ടൈറ്റിൽ. ഇപ്പോൾ ഗായക പീതാംബരമേനോൻ, അദ്ദേഹത്തിൻ്റെ അനിയൻ മധുസൂദന മേനോൻ, ഗായക മധുസൂദന മേനോൻ. പീതാംബരമേനോൻ അസാധ്യ നോളേജായിരുന്നു. ഇവർ അത് കഴിഞ്ഞ് മുട്ടത്താണ് അദ്ദേഹം മാരേജ് ചെയ്തിരിക്കുന്നത്. അവിടെ വക്കീൽ രാമകൃഷ്ണൻ്റെ വീടിൻ്റെ അടുത്ത ഇടവഴിയിൽ അവിടെ ഭാരതീയ കലാലയം എന്ന് പറഞ്ഞൊരു സംഗീത ക്ലാസ്സും തുടങ്ങി. ഇപ്പുറത്ത് പണിക്കർ, നെല്ലിക്കൽ ഗോവിന്ദൻകുട്ടി പണിക്കർ സംഗീത കലാപോഷിണി സഭ എന്നൊരു സംഗീത കലാലയം തുടങ്ങി. നവരാത്രി കാലത്ത് 10 ദിവസം 2 പേരും സംഗീത കച്ചേരികൾ നടത്തിയിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ സിറ്റുവേഷനല്ല അന്ന് അത്രയ്ക്ക് സാമ്പത്തികമായിട്ടോ ഒരാൾ വിളിച്ചു പറയണോ വാട്സപ്പോ മൊബൈലോ ഒന്നുമില്ല. എന്നിട്ടും ഇവർ ഈ 10 ദിവസം നവരാത്രി കാലത്ത് അസൽ കച്ചേരി, അത് ഒരു 5-6 വർഷമൊക്കെ ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. പീതാംബരമേനോൻ്റെ പണിക്കരുടെ ഇത് വന്നിട്ട് നമ്മുടെ പഴയ മെട്രോ ഹോസ്പിറ്റലിലെ അഡ്വക്കേറ്റ് CK രാജൻ ആ മെട്രോ അവിടെ ആയിരുന്നു അത്ര സംഗീത കച്ചേരി നിന്ന്. മാവേലിക്കർ രാമനാഥൻ, പാൽഘാട്ട് രാംബോ ഇവരൊക്കെ വന്ന് സംഗീത കച്ചേരി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കടാമംഗലം സദാനന്ദൻ്റെ ഹരികഥ, അന്ന് എന്താ പറയുക, കഥാപ്രസംഗമല്ല ഹരികഥ, അതുണ്ടായിട്ടുണ്ട്. ഇപ്പുറത്തും എന്താ പറയുക, പീതാംബരമേനും മധുസൂദനനും അവരുടേതായ നിലയ്ക്ക് അവരും അവിടെ കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇരിഞ്ഞാലക്കുട ലൈവ്ലി ആയിരുന്നു. ഈ 2 സംഗീത സ്കൂളുകളിലും ഒരു 150-നടുത്ത ആൾക്കാർ പഠിക്കാനുണ്ടായിരുന്നു. കാരണം അന്ന് അതിനുള്ള എന്താ പറയുക ഒരു സ്റ്റഫ് ഇരിഞ്ഞാലക്കുട ഉണ്ടായിരുന്നു. 100-300 തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വീടുകളുണ്ടായിരുന്നു. ഈ വീടുകളിലൊക്കെ 3-4 പെൺകുട്ടികൾ എന്തായാലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു പാട്ട് പാടുക എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് അന്ന് കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു. ഇന്നില്ല അത്രയ്ക്ക്, അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരു 4 വാക്ക് സംഗീതം, പീതാംബരമേൻ്റെ അവിടെ പോകാം, അല്ലെങ്കിൽ പണിക്കർ മാഷിൻ്റെ അവിടെ പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരു 80+ ആയിട്ടുള്ള ആൾക്കാർ ഒരു 5-6 പേര് പോയി സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞു പീതാംബരൻ നന്നാ ക്ലാസ് എടുപ്പൻ, അല്ല പണിക്കർ നന്നാ ക്ലാസ് എടുപ്പൻ എന്ന് പറഞ്ഞത് വിട്ടിട്ട് കൂടുതൽ ഇൻഡെപ്തായിട്ട് അവർക്ക് പറയാൻ അറിയില്ല. അവർ ഒരു സിസ്റ്റം എന്ന പോലെ കാലത്ത് ആഴ്ചയ്ക്ക് ക്ലാസ്സിന് പോവുക, വൈകുന്നേരം വീട്ടിൽ പാടുക, സന്ധ്യയ്ക്ക് നാമം ജില്ല പോലെ പാടുക, ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഒരാരും ഈ 2 സംഗീത കച്ചേരി, പ്രത്യേകിച്ച് ലേഡീസ്, ജെൻസൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ജയറാം മാഷ്, രവി മാഷൊക്കെ അത് കണ്ട ഓർമ്മയുണ്ട് അവർക്കൊക്കെ. ലേഡീസ് ഞാൻ 3-4 പേരോട് ചോദിച്ചപ്പോൾ അവരാരും വീട്ടിൽ നിന്ന് വൈകുന്നേരം 6 മണി, ഞാൻ അത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു അവിടെ പോയ കള്ളുകൂടിയന്മാർ വരും, അതുകൊണ്ട് അവിടെ ശരിയല്ല, നിങ്ങൾ പോകാൻ സമ്മതിക്കില്ല എന്നുകൊണ്ട് അവരെ വിട്ടിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക്കായിട്ടൊരു സംഗീതജ്ഞാനം, കേട്ട ഇന്നരാകാമെന്ന് പറയാം, ഇത് പാടുമെന്ന് പറയാം എന്നുള്ളൊരു ജ്ഞാനം അവരിൽ ഇൻഫ്യൂസ് ചെയ്യാൻ ഈ 2 സംഗീത കലാലയത്തിനും സാധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ എന്തായാലും കുറിക്കേണ്ടതാണ്. പിന്നെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഗോവിന്ദ പിഷാരടി ഉണ്ടായിരുന്നു. അദ്ദേഹം ചെമ്പയുടെ ശിഷ്യനായിരുന്നു അത്ര. അദ്ദേഹം ഇവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇവിടെ കുറച്ചൊരു, അത് കൃഷ്ണപിഷാരത്തെയാണ്, നമ്മുടെ CP കൃഷ്ണൻ, അവരായിട്ടൊക്കെ എന്തോ ഒരു ബന്ധമുണ്ട്. കൃഷ്ണപിഷാരത്തെ, ഗോവിന്ദ പിഷാരത്തെ, അദ്ദേഹം കുറച്ചു കാലം ഇവിടെ സംഗീതാധ്യാപകനായിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഈ ബ്രദേഴ്സിനെ പോലെ തന്നെ ഇരിഞ്ഞാലക്കുട സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മഠത്തിൽ പിഷാരം, അതായത് അത് ആ സ്ഥലത്തിൻ്റെ പുണ്യം എന്തായാലും ഇപ്പോൾ നമ്മുടെ രാജേഷ് തമ്പാന് അനുഭവിക്കുന്നുണ്ട്. കാരണം അങ്ങേരെ ശാന്തം എന്നുള്ളത് ആ സ്ഥലത്താണ്, ഏകദേശം മഠത്തിൽ പിഷാറിൻ്റെ സ്ഥലത്താണ്. ആ മഠത്തിൽ പിഷാരത്ത് ശാരദ സരസ്വതിക്കുട്ടി എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. അവർ പീതാംബരമേൻ അവരടുത്തും പഠിച്ചിട്ടുണ്ട്, ഗോവിന്ദക്കുട്ടി പണിക്കരടുത്തും പഠിച്ചിട്ടുണ്ട്. അവർ കുറച്ചു കാലം കച്ചേരി, ലോക്കൽ ലെവലിൽ കുറേ കച്ചേരികളൊക്കെ നടത്തിയിരുന്നു. അതിലൊരാൾ ഇപ്പോഴും കൽക്കട്ടയിലുണ്ടെന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപ് മുഖാന്തരമാണ് മനസ്സിലാക്കിയത്, CP കൃഷ്ണമാൻ ദിലീപ് മുഖാന്തരം മനസ്സിലാക്കിയത്. ദിലീപ് പറഞ്ഞാൽ അവർ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഈ ശാരദയുടെയും സരസ്വതിയുടെയും ബ്രദർ കുട്ടൻ എന്ന് പറഞ്ഞാൽ നാരായണ പിഷാരടി, അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിട്ടയർ ചെയ്ത് ഇരിഞ്ഞാലക്കുട വന്ന സമയത്താണ് ഇവിടെ നാദോപാസന തുടങ്ങിയത്. അദ്ദേഹം നാദോപാസനയുടെ ആദ്യത്തെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ എത്ര പേര് അറിയാറില്ല, ഇരിഞ്ഞാലക്കുട വിജയകുമാർ ഇന്ന് കേരളത്തിൽ ഉള്ളതിൽ വെച്ച ഒരു മലയാളിയുള്ള നല്ലൊരു മ്യൂസിക്കോളജിസ്റ്റാണ് ആൾ, വിദ്വത്ത് കൊണ്ട്. അദ്ദേഹത്തിന് കാഴ്ചശക്തിക്ക് ഇത്തിരി പരിമിതിയുണ്ട്.
അദ്ദേഹം പണിക്കർ സാറിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. അതിന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഗാനഭൂഷണം പാസ്സായി, തിരുവനന്തപുരം സ്വാതിനാഥ് സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീണ പാസ്സായി, എന്നിട്ട് ട്രിവാൻഡ്രം ഓൾ ഇന്ത്യ റേഡിയോയിൽ 1990 ജോയിൻ ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് റിട്ടയർഡ് ലൈഫാണ്. പഴയ നാഷണൽ ഹൈസ്കൂളിലെ മാധവ മേനോൻ മാഷ്, വിദ്വാൻ മാധവ മേനോൻ മാഷിൻ്റെ മകനാണ് അദ്ദേഹം. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്, അനലിറ്റിക്കൽ മൈൻഡോടുകൂടി വല്ല പുസ്തകങ്ങൾ വല്ല എഴുതിയിട്ടുണ്ടോ? എനിക്ക് പരിമിതികളുണ്ട്, ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, താമസിയാതെ ഒരാളെ കൊണ്ട് എഴുതിക്കും, അതിനോട് ആൾക്കാരുടെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെ കൊണ്ട് എഴുതിക്കും, ഞാൻ താമസിയാതെ അതിനൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൽ ഇരിഞ്ഞാലക്കുടയുടെ അന്നത്തെ സംഗീതത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം നല്ലൊരു മ്യൂസിക്കോളജിസ്റ്റാണ്. നാദോപാസനയിൽ അങ്ങയുടെ ഒരു കച്ചേരി ലേറ്റ് 90s നാദോപാസനയിൽ നടന്നിട്ടുണ്ട്, ഇരിഞ്ഞാലക്കുട വിജയം. ഇപ്പോഴും തിരുവനന്തപുരം ആകാശവാണിയിൽ കർണാടക സംഗീത പാഠം ഇടയ്ക്ക് അദ്ദേഹമാണ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ വാദ്യത്തിൻ്റെ മേഖലയിൽ പോകണമെങ്കിൽ ഞാനൊരു കാലഘട്ടത്തിൽ നിർത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാം. വാദ്യത്തിൻ്റെ മേഖലയിൽ പോകണമെങ്കിൽ തറയിൽ ഗോവിന്ദൻകുട്ടി മേനോൻ, ടൈലർ തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും പലർക്കും. നമ്മുടെ സാരി സെൻ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ഗംഗ അങ്ങേരും ടൈലറായിരുന്നു. അദ്ദേഹം ആയ കാലത്ത് മദ്രാശിയിലൊക്കെ പോയിട്ട് മൃദംഗം വായിച്ചിട്ടുണ്ട്, ഘടം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും കുറുമ്പ് തിരുമേനിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ. ഇപ്പോൾ ടൈലർ തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം പിന്നീട് ഇതിലേക്ക് അങ്ങോട്ട് ശോഭിച്ചില്ല. അദ്ദേഹം പഴനി സുബ്രഹ്മണ്യ പിള്ളയുടെ ശിഷ്യനായിരുന്നാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ ഹരി, അദ്ദേഹം ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയുണ്ട്, മുരിയാടാണ് താമസം. ഇരിഞ്ഞാലക്കുട എന്തോ ബിസിനസ്സുകാരായിട്ട് ദിവസം വന്ന് പോകുന്നുണ്ട്. അദ്ദേഹം ഡാൻസിനൊക്കെ മൃദംഗം വായിക്കും, കുറുമ്പ് തിരുമേനിയുടെ ശിഷ്യനാണ്. പിന്നെ ഒരു ലേറ്റ് 70s തോന്നുന്നു കുറുമ്പ് തിരുമേനി വരുന്നത്. പഴനി സുബ്രഹ്മണ്യ പിള്ള മൃദംഗത്തിൻ്റെ 3 സ്കൂളാണ് പൊതുവെ പറയപ്പെടുന്നത്. പാൽഘാട്ട് മണിയേർ സ്കൂൾ, പഴനി സുബ്രഹ്മണ്യ പിള്ള സ്കൂൾ, രാമനാഥപുരം മുരുകഭൂപതി CS മുരുകഭൂപതി സ്കൂൾ. ഇതിൽ പഴനി സുബ്രഹ്മണ്യ പിള്ളയുടെ ശിഷ്യത്വം, അത് ഗുരുകുലവാസത്തിൽ, അത് തിരുമേനി പല കാര്യങ്ങളും പറയാതെ കഷ്ടപ്പെടോ വെറുതെ കിട്ടിയതോടോ അവിടെ മുണ്ടലക്കി കൊടുത്ത് കിട്ടിയതാടോ എനിക്കെന്ന് തിരുമേനി പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് തിരുമേനി അവിടെ പഴനി. പക്ഷേ ഈ പഴനി സുബ്രഹ്മണ്യ പിള്ള ഒരു പ്രിമേച്ചർ ഡെത്ത്, ഒരു കലാകാരനെ സംബന്ധിച്ചോളം 54-55 വയസ്സിൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കഷ്ടമാണ്. കാരണം 60s അവർ ശരിക്കും ബ്ലൂം ചെയ്യുക, അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. പഴനി സുബ്രഹ്മണ്യ പിള്ള ഒരു 55 വയസ്സെന്തോ ആയപ്പോൾ മരിച്ചു. അപ്പോൾ തിരുമേനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും പിന്നീട് പെരുവനത്തിൽ അമ്പലത്തിൽ ജോലി ഉണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മൃദംഗ അഭ്യാസം. അഡ്വക്കേറ്റ് തമ്പാൻ്റെ അവിടെ രഞ്ജിത്ത്, രാജേഷ് അവരൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ തിരുമേനിൻ്റെ അടുത്ത്. അപ്പോൾ തിരുമേനി പഴയ കഥകളൊക്കെ പറയും, ഇങ്ങനെ പഴനി സുബ്രഹ്മണ്യം. അങ്ങനെ തിരുമേനി ഇവിടെ ഇരിഞ്ഞാലക്കുടയിലൊരു, പിന്നെ തിരുമേനിയുടെ മൃദംഗമേള, അതൊക്കെ ലേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൃദംഗമേള കൊണ്ടുവന്നും അത് പല സ്ഥലത്തും. അങ്ങേരുടെ മകൻ സുധാമൻ കച്ചേരിക്കാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അയാൾ മദ്രാശിയിൽ പോയി ഡാൻസേഴ്സായിട്ട് ഇപ്പോൾ കോൺടാക്ട്സ് വന്നു. അദ്ദേഹം നല്ല നിലയ്ക്കൊരു എന്താ പറയുക, ഭരതനാട്യ കച്ചേരിക്ക് ഒരു മച്ച് സോട്ട് ആഫ്റ്റർ മൃദംഗ വിദ്വാനാണ്. ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്രകളുണ്ട്. സുധാമൻ്റെ അനിയൻ വിക്രമൻ ഇവിടെ മൃദംഗ ക്ലാസ്സായിട്ട് നടക്കുന്നു. പിന്നെ ഇരിഞ്ഞാലക്കുട സദസ്സുകൾ പറയുകയാണെങ്കിൽ പല കല്യാണങ്ങൾക്കും ശമ്മാങ്കുടി മുസിരിയൊക്കെ ബ്രാഹ്മിൻസിൻ്റെ കല്യാണത്തിന്, പുൽക്കുടി മഠത്തിലെ സംഗമേശ്വരൻ്റെ മകളുടെ കല്യാണത്തിന് ശമ്മാങ്കുടി വന്ന് പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മഠത്തിൽ മുസിരി. നമുക്കത് ആലോചിക്കാൻ എത്ര വിശ്വസിക്കാൻ പറ്റില്ല. അയ്യങ്കാവ് താലപ്പൊലിക്ക് GNBയുടെ കച്ചേരി ഉണ്ടായിട്ടുണ്ട്. അയ്യങ്കാവ് താലപ്പൊലി അന്ന് KNSഉം പിന്നെ ഒരു ജഡ്ജി വേണുവിൻ്റെ മകൻ ചന്ദ്രു ഒക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടി ഉത്സാഹിച്ചിട്ടാണ് GNBയെ കൂട്ടിക്കൊണ്ടുവന്നത്. GNBയുടെ കച്ചേരി ഉണ്ടായി. കച്ചേരിയുടെ അവസാനമായപ്പോൾ ആരോ മാണ്ട്, അത് കുറച്ച് അത്രത്തോളം പ്രചാരത്തിൽ അങ്ങനെ ഫലിപ്പിക്കാവുന്ന രാഗമല്ല, മാണ്ട് രാഗം പാടണമെന്ന് പറഞ്ഞു. GNB സുബ്രഹ്മണ്യ ഭാരതിയുടെ തുമ്പം നേർകയിൽ ഇപ്പോൾ സഞ്ജയ് സുബ്രഹ്മണ്യം ദേശീയരാഗത്തിൽ അത് പ്രചരിക്കുന്നുണ്ട്. അത് പാടി GNB പാടി എന്നാണ് പറയുന്നത്. അതുപോലെ ഈ മറ്റേ ഇവരുടെ എന്താ പറയുക, നവരാത്രി കാലത്തെ കച്ചേരികൾക്ക് പാൽഘാട്ട് രാമഭദ്ര, വെങ്കടകൃഷ്ണ ബ്രദർ, മുണ്ടായ രാമഭദ്ര, മാവേലിക്കര രാമനാഥൻ, മാവേലിക്കര P സുബ്രഹ്മണ്യത്തിൻ്റെ അമ്മ, അവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് സംഗീത കലാപോഷണ സഭ പണിക്കരുടെ കാലത്തിന് ശേഷം നിന്ന് പോയപ്പോൾ പിന്നീട് അത് റിവൈവ് ചെയ്തു. 84 തോന്നുന്നു. 84 ബാലകൃഷ്ണ പിഷാടി, മാധവ മേനോൻ മാഷ് പ്രസിഡൻറ്റ്, ബാലകൃഷ്ണ പിഷാടി സെക്രട്ടറിക്കായിട്ട് റിവൈവ് ചെയ്തു. അതിൽ ഫസ്റ്റ് കച്ചേരി PK കേശവൻ നമ്പൂതിരിയായിരുന്നു. ഈ പഴയ സംഗമേശ്വര NSS സ്കൂളിലായിരുന്നു കച്ചേരി നടന്നത്. TS ബാബു വയലിൻ, പാലക്കാട് S. രാമകൃഷ്ണൻ മൃദംഗം അന്ന് തുടങ്ങി. അതിൻ്റെ നവരാത്രി കാലത്ത് 84 ഓഗസ്റ്റിൽ കദ്രി ഗോപാലനാഥ് ഇവിടെ വന്നു. അത് ഓൾ ഇന്ത്യ റേഡിയോയുടെ സഹകരണത്തോടെയാണ് കദ്രി ഗോപാലനാഥ് വന്നത്. പിന്നീട് അവരൊരു 5-6 വർഷം ഉണ്ടായല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ആ സംഗീത സഭ നിന്നത്.
അതിൽ ഡോക്ടർ എസ് രാമനാഥൻ, ടി വി ശങ്കരനാരായണൻ, സേലം ദേശികൻ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മിയും DK പട്ടമാളും ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പലരോടും ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ML വസന്തകുമാരിയുടെ കച്ചേരി 86 or 87 അമ്പലത്തിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. CR കേശവൈദ്യരാണ് സ്പോൺസർ ചെയ്ത കച്ചേരി. അവർ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കേശവൈദ്യരും ശ്രീമതിയും ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നത്. അവർ കൊളത്തസ്വാമിയുടെ വീട്ടിലാണെന്ന് MLVയും കന്യാകുമാരി വയലിൻ അവർ താമസിച്ചത്. അത് 89 ആ സഭ നിന്നു. പിന്നീടാണ് 90 രമേശനെ കൂടി ഉത്സാഹിച്ച് നാദോപാസന തുടങ്ങിയത്. ആ തുടക്കകാലത്ത് ഞാനും വലിയൊരു ഉത്സാഹിയായിരുന്നു. TR സുബ്രഹ്മണ്യം ഒരു വേറിട്ട സംഗീതത്തിൻ്റെ ആളാണ്. TR സുബ്രഹ്മണ്യം TRSൻ്റെ കച്ചേരിയോടുകൂടി ഇന്നിപ്പോൾ എന്താ പറയുക, TM കൃഷ്ണ, എല്ലാവരും ചേർന്ന TM കൃഷ്ണ ഇരിഞ്ഞാലക്കുടയിൽ അമ്പലത്തിലും നാദോപാസനയൊക്കെ ആയിട്ട് 7 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ആ യങ്ങർ ജനറേഷൻ ഇപ്പോൾ സഞ്ജയ് സുബ്രഹ്മണ്യം വന്നു, അഭിഷേക് രഘുറാം അവരൊക്കെ വന്നു. അതിന് തൊട്ട് മുകളിലത്തെ ജനറേഷനായിട്ടുള്ള ആൾക്കാർ തൃശ്ശൂർ വി രാമേന്ദ്രൻ, ശേഷോപാലൻ, TV ശങ്കരനാരായണൻ ഇവരൊക്കെ ഇരിഞ്ഞാലക്കുട കച്ചേരിയേക്കാൻ വന്നിട്ടുണ്ട്. നടവരമ്പത്ത് ഇതേപോലെ നവരാത്രിക്കും രാമനവമിക്കും അവിടെ ഹനുമാൻ്റെ അമ്പലത്തിൽ വാസുദേവൻ നമ്പ്രാന്തി മാധവ മാഷ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഉത്സവത്തിൽ അവിടെ സംഗീത കച്ചേരികൾ നടക്കാറുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെയും ഒരു എന്താ പറയുക, നവരാത്രി കാലത്തൊരു 9 ദിവസവും രാമനവമിയോടെ ഒന്നിച്ച് 2 സീസണിലും സംഗീത കച്ചേരികൾ കുറേ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ യങ്ങർ ജനറേഷനിൽ ഇപ്പോൾ പൊന്നങ്കണ്ടത്ത് നാരായണൻകുട്ടിയുടെ മകള് പ്രഭാവതി ഡോക്ടറേറ്റ് എടുത്തു, മുട്ടത്തെ രേഖ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയതല്ല, മാരാർ മാഷ് നെല്ലുവായ സ്വദേശിയാണ്. അദ്ദേഹം പെരിഞ്ഞനം സ്കൂളിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം നാരായണ ഐത്താള എന്ന് പറഞ്ഞ ചെമ്പയുടെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് മാരാർ മാഷ് പഠിച്ചത്. അദ്ദേഹം ഇവിടെ വരികയും സമൂഹത്തിൻ്റെ മുകളിൽ ക്ലാസ്, ഇവിടെ താമസമൊക്കെ ആയിട്ട് കുറേ കാലം സംഗീതജ്ഞ. അദ്ദേഹം എന്താ പറയുക, വയലിൻ വായിക്കും, വീണ വായിക്കും. വീണയൊക്കെ ചിലപ്പോൾ അദ്ദേഹം ഈ ഇതൊക്കെ അഴിച്ചിട്ട് ചിലപ്പോൾ റിപ്പയർ ചെയ്യണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം രസമായിട്ട് വീണ വായിക്കും. അവരുടെ സ്റ്റുഡൻസ് ഇപ്പോൾ നന്ദേട്ടൻ്റെ നീസ് ലക്ഷ്മിയൊക്കെ ഒരു സ്റ്റുഡൻ്റാണ്. വയലിൻ അദ്ദേഹം അത് അസലായിട്ട് വായിച്ചിരുന്നു, ട്യൂഷൻ കുറേ എടുത്തിരുന്നു. സോപാന സംഗീതവും അദ്ദേഹം നല്ലപോലെ കൈകാര്യം ചെയ്തു. ട്രഡീഷണൽ വേയിൽ അദ്ദേഹത്തിൻ്റെ മകൻ നന്ദകുമാർ ഇടയ്ക്കൽ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. ഇത്രയ്ക്ക് തന്നെയുള്ളൂ എനിക്ക് തോന്നുന്നു. അതിപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഇത് തോന്നുന്നു, ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ച ഒരാൾ ഇരിഞ്ഞാലക്കുട ഒരു അഡ്രസ്സ് ഇല്ലാണ്ട് പോവുകയും ചെയ്തു. ബാക്കി പുറമേ നിന്ന് വന്നവരാണ്. ഇവിടെ പണിക്കരായാലും പീതാമരമേനായാലും അവരൊക്കെ ഈ പുറമേ നിന്ന് വന്നവർ ഇപ്പോഴും അങ്ങനെയാണ്. പല കാര്യങ്ങളിലും പുറമേ നിന്ന് വന്നവരാണ് ഇരിഞ്ഞാലക്കുടയിൽ ശോഭിക്കുന്നത്. അപ്പോൾ അവർ കുറേ കാലം ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ മാരാമാഷൊക്കെ ഓൾമോസ്റ്റ് ഇരിഞ്ഞാലക്കുടക്കാരനായി. നെല്ലുവായെന്ന് വന്നാണെങ്കിലും ഇരിഞ്ഞാലക്കുടക്കാരൻ പോലെ തന്നെ. പിന്നെ ലക്ഷ്മി ടീച്ചർ, പിന്നെ ഉള്ളത് ഫീമെയിൽ ടീച്ചേഴ്സിൽ ലക്ഷ്മി ടീച്ചറും ഇതേപോലെ തന്നെ അവർ പല്ലാവൂരാണ് സ്വദേശം. ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ ജോലി കിട്ടി. ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നു. പിന്നെ കുറേ കുട്ടികളെ അഭ്യസിപ്പിച്ചു. അവരുടെ മകളും പേരക്കുട്ടിയൊക്കെ ഇപ്പോൾ പാടുന്നുണ്ട്. പിന്നെ ഭാഗ്യലത നടവരമ്പ്, ലളിത ടീച്ചർ സ്വദേശം പാലയാണ്, കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. ഭാഗ്യലത തൃശ്ശൂരാണ്, അവരിങ്ങോട്ട് വന്നത്. ഈ നടയിൽ 2 സൈഡും, അത് പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, നടയിൽ 2 സൈഡും ഈ അരിമണിക്കോലം ചവിട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഒരു അഗ്രഹാരം മോഡലാണ് അത്, പാട്ടമാല തുടക്കം. അപ്പോൾ അവിടെ നിന്നൊക്കെ ദിവസം രാവിലെ സംഗീതം, നാണുമേൻ്റെ മകൻ വിജയനൊക്കെ ഇമോഷണലായിട്ട് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംഗീതം കേൾക്കാമെന്നത്. ഇപ്പോൾ പേരിന് ഒരു മഠം ഉണ്ട് അവിടെ, ഭരതൻ്റെ മഠം. അവിടെ സരോജം അവർ സംഗീതം കൊണ്ടുവന്നു, സംഗീതം അധ്യാപികയായിരുന്നു. പിന്നെ ഇതിൽ സൈലൻ്റായിട്ട് നമ്മളങ്ങനെ അറിയാതിരുന്ന വക്കീൽ നാണുമേനോൻ നല്ലൊരു മ്യൂസിക് നോളജുള്ളായിരുന്നു, സ്കോളറായിരുന്നു. അദ്ദേഹം നാഷണൽ ഹൈസ്കൂളിൽ കുട്ടികളുടെ ഒരു കഥകളി രമണൻ ചെയ്തപ്പോൾ ആ കഥകളി പദങ്ങൾ മുഴുവൻ 23 രാഗങ്ങളിൽ ട്യൂൺ ചെയ്ത് ജയറാമാഷിൻ്റെ ചേട്ടനും 2 പേരും കൂടിയാണ് ഈ കഥകളി പദങ്ങൾ പാടിയത്. അത് 23 രാഗങ്ങളിൽ നാണുമേനോൻ ട്യൂൺ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പലരും സൈലൻ്റായിരുന്നു ഈ പറഞ്ഞ പോലെ. MD രാമനാഥൻ്റെ ഡിസേബിളൊക്കെ ഇരിഞ്ഞാലക്കുട 10 വർഷം ഉണ്ടായിരുന്നു. അവർ പറയും MD രാമനാഥൻ കലാക്ഷേത്രത്തിൽ ക്ലാസ് എടുത്ത കാര്യങ്ങളൊക്കെ. അതുപോലെ പുതുക്കോട് കൃഷ്ണമൂർത്തി, ചെമ്മാങ്കുഴി, CS കൃഷ്ണ, ഇവരൊക്കെ സ്റ്റുഡൻസ് പല കാലഘട്ടങ്ങളായി ഇരിഞ്ഞാലക്കുട ഉണ്ടായിരുന്നു. അവർ പലരും മൺമറിഞ്ഞു പോയി. ഈ MD രാമനാഥൻ മദ്രാസിലാകുമ്പോൾ ഇവരോട് ചോദിക്കും അത്ര കവിതയും ശ്ലോകങ്ങളൊക്കെ ആയിട്ട്, എങ്ങനെയുണ്ട് കുട്ടി നോക്കൂ, അഭിപ്രായം പറയുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത്രത്തോളം ക്ലോസ് ആയിട്ട് അവർ മൂവ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്.
പിന്നെ വെള്ളാങ്ങല്ലൂർ കാരിക്കുഴിക്കാട്ട് മനയിൽ കൃഷ്ണൻ നമ്പൂരിയുടെ മകൻ സുരേഷ്, അങ്ങനെ സ്വാമിനാഥൻ സാറടുത്ത് വയലിൻ പഠിച്ചു. ഇപ്പോൾ മ്യൂസിക് ഫീൽഡിൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഡാൻസിനും കച്ചേരിക്കൊക്കെ കുറേയധികം വയലിൻ വായിക്കുന്നുണ്ട്. വെള്ളാങ്ങല്ലൂരാണെങ്കിലും കാരിക്കുഴി കൃഷ്ണേട്ടൻ കഥകളി ക്ലബിൻ്റെ ആജീവനാംഗ മെമ്പറായിരുന്നു. ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മേഖല. ഇവിടുത്തെ PWD ഓഫീസിലായിരുന്നു ജോലി. അപ്പോൾ കച്ചേരിക്കും കഥകളിക്കൊക്കെ അദ്ദേഹം ഉണ്ടാവുമായിരുന്നു. പീതാംബരമേൻ്റെ ഒരു കാര്യം പറയാൻ വന്നത്, അദ്ദേഹം 1949 വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഗൂഗിളിലുണ്ട്. വെള്ളി നക്ഷത്രം 1949 അടിച്ചാൽ ഒരു ചെറിയ സിനിമ നോട്ടീസിൻ്റെ ഇതും. അന്ന് പരിയാടത്ത് 2-3 ലേഡീസ്, അംബിക എന്നെന്തോ പറഞ്ഞു, അവരത്ര ഹീറോയിൻ്റെ റോള്. പ്രേംനസീറിന് മുമ്പ് ഹീറോ ആയിരുന്നു. അന്ന് ഹീറോയിനെയാണല്ലോ പാടി അഭിനയിക്കുക. ചവിട്ട് ഹാർമോണിയും പാട്ടും അഭിനയമൊക്കെ അവരാണ്. അപ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ 2-3 പേരുള്ളത് സെബാസ്റ്റ്യൻ ജോസഫ്, അതായത് നമ്മുടെ ചന്ദ്രിക സൂപ്പർ ഫാക്ടറി അതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു അവിടെ. ഇപ്പോഴും കപ്പേളയെന്നുണ്ട്, അവിടെയായിരുന്നു വീട്. അദ്ദേഹം കർണാടക സംഗീതം. അങ്ങനെ 2 ബ്രദേഴ്സിന്, ഒരാൾ അന്തോണി എന്നിട്ട് നമ്മുടെ പോപ്പുലർ സ്റ്റോഴ്സിലെ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു അച്ചുപിള്ളയുടെ, അതിൻ്റെ മുകളിൽ ലിബർട്ടി ടൈലേഴ്സ് ഉണ്ടായിരുന്നു അന്തോണി. പഴയ ആൾക്കാരൊക്കെ ടൈലറായിരുന്നു അന്തോണി. പിന്നെ വിൻസെൻ്റ്, അങ്ങനെ 2-3 ബ്രദേഴ്സായിരുന്നു. ഇദ്ദേഹം ഈ സെബാസ്റ്റ്യൻ ജോസഫ് നാടകങ്ങൾക്കൊക്കെ സംഗീതം ഉണ്ടായിരുന്നു. പിന്നെ ക്രൈസ്റ്റിലെ ആർട്സ് കേരളയുടെ ഭാഗം, ക്രൈസ്റ്റ് കോളേജിൽ 70s അവിടുത്തെ ഫൈൻ ആർട്സ് ക്ലബിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്കൊക്കെ അദ്ദേഹം സംഗീതം, ഗബ്രിയൽ അച്ഛൻ്റെ ഇനീഷ്യേറ്റീവിൽ ജയറാം മാഷും ജോർജസ് പോളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർക്കൊക്കെ സംഗീതം പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ ഫോട്ടോ സ്റ്റുഡിയോ പുളിക്കൻ ഭാഗവതർ എന്നാണ് പറയുക. അദ്ദേഹം സംഗീതം കുറച്ച് കൊണ്ടു നടന്നതാണ്. പക്ഷേ ഇവരൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പ്രശോഭിതമായില്ല എന്ന് എന്തുകൊണ്ടാണ് അറിയില്ല. വേറെ പ്രൊഫഷണൽ കൊണ്ടായിട്ടുണ്ടാവാം. പിന്നൊരു പേരുള്ളത് മാപ്രാണത്ത് TA മൊയ്തീൻ മാഷ് എന്ന് പറയും. അദ്ദേഹം പാലക്കാട് മ്യൂസിക് കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം അക്കാഡമി തന്നെയാണ് പഠിച്ചത് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൾ അസീസ്, അദ്ദേഹം വയലിനിസ്റ്റാണ്. അദ്ദേഹം വയലിൻ പ്രൊഫസറായിരുന്നു. വേറൊരു മകൻ ബാബു, അദ്ദേഹം ഇരിഞ്ഞാലക്കുട പരിസരത്തൊക്കെ വയലിൻ ക്ലാസ്സായിട്ട് അദ്ദേഹം ഉണ്ട്. കുറേ പേർക്ക് വയലിൻ ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ ലഘു സംഗീതത്തിൽ നോക്കുകയാണെങ്കിൽ പാലിയത്ത ജയേന്ദ്രൻ, അത് പറയേണ്ട, എല്ലാവർക്കും അറിയാം. അദ്ദേഹം കർണാടക സംഗീതം പഠിക്കണം മോഹിച്ചു, പിന്നെ നടന്നില്ല, ലളിത സംഗീതത്തിൽ പോയി. അദ്ദേഹം പിന്നെ പ്രതാപ് സിംഗ് ഇരിഞ്ഞാലക്കുടക്കാരൻ, അദ്ദേഹം ഇവിടെ വന്നാണ് മ്യൂസിക് ഡയറക്ടർ. പിന്നെ 2 പേരും, ഒരു ഗോവിന്ദ്, നടവരമ്പ് ഗോവിന്ദ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഹൗസിംഗ് ബോർഡിൽ അനിയൻ്റെ വീടിനടുത്തൊരു രാം സുരേന്ദ്രൻ, അത് മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ പലരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ലോ പ്രൊഫൈലാണ്. എന്താ സമ്പൂർണ്ണകുമ്പോ നഗരോധി ശബ്ദ എന്ന് പറയും. അതായത് നിറകുടം തുളുമ്പിയ ഒരു ലോ പ്രൊഫൈലാണ്. ഇപ്പോൾ അനിയേട്ടൻ ഇപ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹം അനവധി തമിഴ് സിനിമകൾക്കൊക്കെ മ്യൂസിക് കൊടുത്തിട്ടുള്ള ആളാണ്. പറഞ്ഞ് ലോ പ്രൊഫൈലാണെന്നും പറഞ്ഞു. ഇപ്പോൾ നമ്മളാരും അറിയണില്ല. ഒക്കെ സെൽഫ് പ്രൊപ്പഗേഷൻ്റെ കാലത്ത് പലരും അറിയണില്ല. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മ്യൂസിക് സതിര് എന്ന് പറയുമ്പോൾ സ്വാതിരുനാൾ സംഗീതോത്സവം നവരാത്രി കാലത്ത് നാദോപാസന കുറച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ അടുത്തായിട്ട് 2 വർഷമായിട്ട് അത് നടത്താനുള്ളവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. സ്വാതിരുനാൾ സംഗീതം അത് തുടങ്ങിയത് ബാലകൃഷ്ണ പിഷാടി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അന്ന് TR സുകുമാരൻ നായരെ കൊണ്ടുവന്നു, മറ്റേ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, ചേർത്തല ഗോപാലൻ നായർ, അന്നത്തെ പ്രഗത്ഭന്മാരൊക്കെ വന്ന് അവിടെ കച്ചേരി പങ്കെടുത്തു. ഒരു 4-5 വർഷം അമ്പലത്തിന് മുന്നിൽ പന്തലിട്ട് നടന്നു. പിന്നെ അത് നാദോപാസന തുടങ്ങിയപ്പോൾ നാദോപാസന ഏറ്റെടുത്തു. അതിലും PS നാരായണസ്വാമി, അങ്ങനെ പഴയ TK ഗോവിന്ദറാവു, പഴയ ജനറേഷനിലെയും പിന്നെ യങ്സ്റ്റേഴ്സും പലരും വന്ന് സംഗീത കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. പീതാംബരമേൻ്റെ അച്ഛൻ്റെ പേര് ജഡ്ജി രാമൻ തമ്പി. ഇപ്പോൾ ഈ തമ്പി എന്ന് തിരുവനന്തപുരത്ത് ആ റോയൽ ഫാമിലിയായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ജഡ്ജായിരുന്നു. അത് അപ്പോൾ ഒരു മ്യൂസിക് സെൻസും നല്ലോണം ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാവും കുട്ടികളവിടെ. ഇപ്പോൾ GNB അന്ന് അക്കാഡമിയിൽ GNB മുസിരി, അവർ ക്ഷമാൻകുടി അവരൊക്കെ ഉണ്ടായിരുന്ന സമയം മുത്തയ്യ ഭാഗവത് അക്കാഡമി തുടങ്ങി. അപ്പോൾ അവിടെയാണ് ഈ പീതാംബരമേനൊക്കെ പഠിച്ചിരുന്നത്. ആർട്സ് കേരള എന്ന് പറഞ്ഞ സ്ഥാപനം 70s അല്ലേ ഇവിടെ ഇരിഞ്ഞാലക്കുടയിലൊക്കെ തുടങ്ങി. അന്ന് കച്ചേരിയല്ല, ലളിത സംഗീതം ബാക്കി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആർട്സ് കേരള തുടങ്ങിയിരുന്നു. പിന്നെ ബ്രാഹ്മണിപ്പാട്ട്, ഇപ്പോൾ രമേശൻ നമ്പീശൻ്റെ അമ്മ ബ്രാഹ്മണിപ്പാട്ട്, തിരുവാതിരക്കളിയായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ, നമ്മുടെ ടീച്ചർ CP കൃഷ്ണൻ, ഉഷ ടീച്ചറെ ചെറിയമ്മ. അങ്ങനെ ഇരിഞ്ഞാലക്കുടയുടെ ലിമിറ്റിൽ സാവിത്രി ബ്രാഹ്മണിയമ്മ, കോലത്തെ ശ്രീവിദ്യ വീണ,
ശ്രീവിദ്യയുടെ അമ്മയും മാരാമാഷത്തുണ്ട്, അവരും വീണ വായിക്കും. അവർ ഇതുപോലെ ലോ പ്രൊഫൈലാണ്, പുറത്ത് കയറില്ല, അവർ വീണ വായിച്ചിരുന്നവർ. നാച്ചുറലി ഒരു റോയൽ ഫാമിലി ആകുമ്പോൾ സംഗീതം ഉണ്ടാവർക്ക് നല്ലോണം. ജയറാം മാഷ് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്, നല്ല മ്യൂസിക് സെൻസുള്ള ആളാണ്. നിങ്ങൾ ഈ ഉത്സവകാലത്തൊക്കെ ഈ ഒറ്റക്കമ്പി പണ്ട് വരും ഇങ്ങനെ വയലിന് അങ്ങേരെ കയ്യിലിരിക്കുമ്പോൾ അത് എന്ത് പാട്ടും പാടും. നമ്മുടെ അടുത്ത് ഒറ്റ വലിയ ടപ്പെന്നൊരു സൗണ്ട് കേൾക്കും, അവിടെ കഴിക്കും. ജയറാം മാഷ് അതിലൊക്കെ മോഹനം വർണ്ണൊക്കെ രസമായിട്ട് വായിക്കും. അതേപോലെ അനിയേട്ടനൊക്കെ അറിയാം, ക്രൈസ്റ്റ് കോളേജായിട്ട് ബന്ധപ്പെട്ട് ജോർജസ് കോളേജ്, ജയറാം മാഷ്, നാരായണൻകുട്ടി സാറ്, അനിയേട്ടനേട്ടൻ, ചന്ദ്രമാഷ്, ഇവരൊക്കെ അവിടുത്തെ ഫൈൻ ആർട്സിനെ രൂപീകരിക്കാൻ. അന്ന് അവിടെ വളക്കൂറിൽ മണ്ണുണ്ടായിരുന്നു. ഗബ്രിയൽ അച്ഛനെ പോലെ ഒരു ദീർഘദൃഷ്ടിയായിട്ടൊരു ആളുണ്ടായിരുന്നു. സ്പോർട്സും ആർട്സൊക്കെ ക്രൈസ്റ്റിൻ്റെ എന്താ പറയുക നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കാൻ. അനിയേട്ടനൊരു തബലാവാദകനാണ്, അത് എത്ര പേർക്ക് അറിയുന്ന കഴിയില്ല. ചന്ദ്രമാഷ് ഡാൻസ് ഓറിയൻറ്റഡ് ആണെന്ന് ഞാൻ തോന്നുന്നു. ഡാൻസ് കഥകളി ഇതായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത്. വിപിനേട്ടൻ ഇത്രയൊക്കെ എൻ്റെ പരിമിതമായ അറിവിലും, എനിക്കറിയില്ല എത്രത്തോളം ഞാൻ മിസ്സാകുന്നില്ല, പരിഭ്രമം കൊണ്ട് മറന്നിട്ടുണ്ടോയെന്നും അറിയില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. കൺസോൾട്ടേറ്റ് ചെയ്യുക, ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് സമ്പൂർണ്ണമാവണമെന്നില്ല, അതൊരു ഡൈനാമിക് സിറ്റുവേഷനാണ്. കഴിഞ്ഞ 1-1.5 മാസം മുമ്പ് ഇത് ഏൽപ്പിക്കുകയും ഇരിങ്ങാലക്കുടയിലെ സംഗീത പാരമ്പര്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സംഗീതാസ്വാദകനെ നമുക്ക് ക്ലബിൻ്റെ ഭരണസമിതിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ തന്നെ അത് ഏൽപ്പിക്കുകയും സസന്തോഷം എന്തുകൊണ്ടും ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഡാറ്റ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ ആരുടെയെങ്കിലും പേരുകളോ വാക്കുകളോ വസ്തുതകളോ ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തേണ്ട സമയം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാം. കൂട്ടിച്ചേർക്കേണ്ടത് അസീസ് സാറിൻ്റെ കാര്യവും സ്റ്റീഫൻ സാർ, ക്രൈസ്റ്റ് കോളേജിലെ സ്റ്റീഫൻ, അതെ സ്റ്റീഫൻ അസീസ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഇന്നുള്ള മ്യൂസിക് വയലിൻ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ഒരു വയലിനിസ്റ്റും കൂടിയാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ നാടൻ സംഗീതവുമായി ബന്ധപ്പെട്ട് നാടൻ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ രചയിതാവ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. ഇന്ന് കാണുന്ന മുഖ്യധാരയിൽ കാണുന്ന കലാഭമണി എഴുതി എന്ന് പറയപ്പെടുന്ന വരികൾ പോലും എഴുതിപ്പെട്ടതിൻ്റെ ഉപജ്ഞാതാവ് ഇവിടെയാണ്. ഇങ്ങനെ നാടൻ സംഗീതവും ദേശീയ സംഗീതവുമായി ബന്ധപ്പെട്ടും ഇവിടെ ഇരിങ്ങാലക്കുടയ്ക്ക് വലിയൊരു ശക്തമായ പാരമ്പര്യമുണ്ട്. അതും കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നു. വൈണികന്മാരുടെ നാടാണ് നടവരമ്പ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇത്രയധികം വൈണികന്മാർ, അത് ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈണിക പാരമ്പര്യം, ദേവദാസികൾ ഉണ്ടായിരുന്ന നാടാണ് നടവരമ്പ് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടതായിട്ട് തിരുമല പണിക്കർ സൂചിപ്പിച്ചിട്ടുണ്ട്. നടവരമ്പിൽ പരിയാടത്തൊരു ഗോപിനാഥ മേനോൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മ്യൂസിക് ക്ലാസ്സായിട്ട് എടുത്ത് നടന്നിരുന്നു. എന്തായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയധികം ഡാറ്റ കൺസൾട്ടേഷനും ഒരു പക്ഷേ സംഘവേശൻ്റെ വളരെ സ്വാഭാവികമായി നാട്ടുകാരോട് പറയുന്ന അല്ലെങ്കിൽ ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അനിയേട്ടനും എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്. അത് കഥകളിയുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. പീതാംബരമേനെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ കഥകളി രംഗത്തെ പ്രശസ്തരായ 2 ഗായകരെ പഠിപ്പിച്ചിട്ടുണ്ട് കർണാടക സംഗീതം. ഒന്ന് കലാമണ്ഡലം ശങ്കരൻ നമ്പ്രാന്തിരി, ഒന്ന് കലാനിലയം ഉണ്ണികൃഷ്ണൻ. ഇത് ഈ നമ്മുടെ ഒരു വേദിയിൽ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു. കഥകളി സംഗീതത്തിൽ വലിയൊരു ധാരയുണ്ട്. വെങ്കടകൃഷ്ണ പാദവരടക്കം നെടുമ്പള്ളിയിൽ വന്നിട്ട് ചൊല്ലിയാടിച്ചിട്ടുണ്ട്, പാടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രത്തിൻ്റെ ഇതുണ്ട്. അപ്പം അത്രയധികം സംഗീതധാരകൾ ഇരിങ്ങാലക്കുടയിൽ ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഒന്നും സമഗ്രമല്ല, എന്നാലും ഏതൊക്കെ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ MR പീതാംബരമേനോനെ പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് അനിയേട്ടനോടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു കൊല്ലം എനിക്ക് തോന്നുന്നു ഒരു 80കളിലൊക്കെ ആയിരിക്കും തോന്നുന്നു, 80-82 കാലഘട്ടത്തിലായിരിക്കും തോന്നുന്നു. കഥകളി ക്ലബിൻ്റെ ഒരു വാർഷികം തന്നെയാണ്. അതിൽ MR പീതാംബരമേനോൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം കൃതിയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഇത് കുറേ സെർച്ച് ചെയ്ത് നോക്കി, അനിയേട്ടനോടടക്കം ഇത് എവിടുന്ന കിട്ടുക ഈ പാട്ട് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗംഗാ സിന്ധു തടങ്ങളിൽ ഹിമഗിരി സാനുക്കളിൽ വിന്ധ്യനിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അയ്യോ, കേട്ടിട്ട് തരിച്ചിരുന്ന് പോയിട്ടുണ്ട് അവിടെ. MR പീതാംബരമേനോൻ്റെ ആ ശബ്ദം, മറ്റേ ഘനഗംഭീരമായിട്ടുള്ളൊരു ശബ്ദം, അതൊന്ന് കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, ഇരിങ്ങാലക്കുടക്കാരനല്ലായിരുന്നെങ്കിലും
അനിയേട്ടൻ്റെ ഒക്കെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വലിയ മ്യൂസീഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾ മാത്രമേ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടുള്ളൂ. കുട്ടിക്കാലത്തെ എൻ്റെയൊക്കെ ഈ മോഹങ്ങളെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ടായിരുന്ന നെൽസൺ ഷൈൻ മറക്കില്ല. അനിയേട്ടനും മറ്റേ നെൽസൺ ഷൈനും ഇവരൊക്കെ ഒരു കാലത്ത് ക്രൈസ്റ്റ് കോളേജിൻ്റെ ഓർക്കസ്ട്രയുടെ ഒരു ഭാഗമായിരുന്ന സമയത്ത് ഏതോ ഒരു നാഷണൽ സ്പോർട്സ് മീറ്റൊക്കെ ആണെന്ന് തോന്നുന്നു, അതോ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മീറ്റാണോ എന്ന് തോന്നുന്നു. അതിൻ്റെ മറ്റേ സമാപനം ആ കൊല്ലം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ 6-8 ട്രിപ്പിൾ ഡ്രം വെച്ചിട്ട് ഈ നെൽസൺ ഷൈൻ അവിടെ ഒരു പ്രകടനം നടത്തുന്നുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ ഇതുപോലെ എന്തെന്ന കോരിത്തരിപ്പിച്ച ഒരു സംഗീതജ്ഞൻ അന്ന് കാലത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല. സത്യം വളരെ ദാരുണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം പിന്നീട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചേർത്തലക്കാരനാണ്, ചേർത്തല അർത്തുങ്കലല്ലേ, അർത്തുങ്കൽക്കാരനാണ്. അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നാണ് ഇരിങ്ങാലക്കുടയിലേക്ക്. ഒരു വലിയ സുഹൃത്ത് ബന്ധം അനിയേട്ടനൊക്കെ പറയുന്ന ഒരു പ്രീമിയർ ഇബ്രാഹിം കുട്ടിയുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഒരു സംഗീതജ്ഞരുടെ ഒരു ഗ്രൂപ്പ് അന്ന് കാലത്തെ കുട്ടികളായിരുന്ന എന്നെ പോലുള്ളവരെയൊക്കെ കോരിത്തരിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചാണോ എന്ന് ഓർക്കാറുണ്ട്. ഒരു വർഷത്തെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫൈൻ ആർട്സ് ക്ലബിനോട് അനുബന്ധിച്ച് അവർ യുവവാണിയിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ യുവവാണിയിലെ റെക്കോർഡിങ് പിന്നീട് പലപ്പോഴും ചന്ദ്രേട്ടൻ അത് കേൾപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ഒരു കാസറ്റ് കൂടെ. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തു. കൃഷ്ണദാസേട്ടൻ പറഞ്ഞ ക്രൈസ്റ്റിലത്തെ സ്റ്റുഡൻസിൻ്റെ കാര്യം, ക്രൈസ്റ്റ് കോളേജിൽ സാധന ഹരികുമാർ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പാലത്തൊരു ഗോപകുമാർ കഥകളി സംഗീതം നന്നായിട്ട് പാടിയിരുന്നു. അപ്പോൾ ഒരു 19, 60, 70 വർഷക്കാലത്ത് വളരെയധികം ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. അവരെ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ആ ഡിപ്പാർട്ട്മെൻറ്റ്. സാധന ഹരികുമാർക്ക് എപ്പോഴും ലൈവ്ലിയാണ് ഇത്. മറ്റ് പലരും എന്താ പറയുക യൂത്ത് ഫെസ്റ്റിവൽ ഓറിയൻറ്റഡ് ആയിട്ട് വന്ന് പോയതാവും. ക്രൈസ്റ്റ് കോളേജ് ആ കാലത്ത് എല്ലാ കലാകൃതിയിലെ എല്ലാ കുട്ടികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള കുട്ടികളൊക്കെ ക്രൈസ്റ്റിൽ പഠിച്ചിരുന്നു. ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാവർക്കും ഒരു കളക്ഷൻ സെൻ്ററായിരുന്നു ക്രൈസ്റ്റ് കോളേജ്. അതുപോലെ അനിയേട്ടൻ സൂചിപ്പിച്ച കഥകളി സംഗീതം, ഞാൻ കഥകളിക്ക് വേറൊരു ടോക്ക് ഉണ്ടായിരുന്നു ധരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഉണ്ണികൃഷ്ണാശാനെയും രവീന്ദ്രനെയും എംബ്രാന്തിരാശാനെയൊന്നും മറന്നിട്ടല്ല. പിന്നെ ഇപ്പോൾ പുതിയ ജനറേഷനിൽ ശ്രീവിദ്യ അയ്യർ മ്യൂസിക് തെറാപ്പി ആയിട്ട് നമ്മുടെ കുഞ്ഞുമണി സ്വാമിയുടെ മകള് UK-ലുണ്ട്. അവർ മ്യൂസിക് തെറാപ്പിയുടെ മേഖലയിലാണ് ഉള്ളത്. ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് എന്താ പറയുക, പരിജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ടും പരിഭ്രമത്തിൻ്റെ കൂടുതലുകൊണ്ടും ചിലപ്പോൾ ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, ക്ഷമിക്കുക. ഒരു ചെറിയ കാര്യം, കൈകുട്ടികളിയെ പറ്റിയിട്ട് ഇവിടെ ചെറിയൊരു പരാമർശം ഉണ്ടായി. ഈ ഇരിഞ്ഞാലക്കുടയിൽ ഈ കൈകുട്ടിക്കളിയുടെ ഈ രൂപം ഉണ്ടാക്കിയത് നരസിംഹൻ എമ്പ്രാന്തിരി എന്നൊരാളാണ്. അദ്ദേഹം കുറേ കാലം മുളകുന്താവ് ഉണ്ടായിരുന്നു. അദ്ദേഹം നരസിംഹാവതാരം മറ്റേ കൈകുട്ടിക്കളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുളകുന്താവർ വിചാരിച്ചിരുന്നത് ഈ നരസിംഹാവതാരം കൈകുട്ടികളി അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഓമന ടീച്ചറായിട്ട് ഞാൻ ഒരിക്കൽ അവിടെ പോവുകയുണ്ടായി. ഈ മുളകുന്താവുകാർ കൈകുട്ടിക്കളിയുടെ ഇടയിൽ മറന്ന് ഒരു കാൽ സെക്കൻഡ് മിനിറ്റ് ആയിട്ടുണ്ടാവില്ല, ഇതാ ഓമന ടീച്ചർ ചാടി പുറപ്പെട്ട് അടുത്ത വരി അങ്ങോട്ട് പാടുന്നു. അതോടുകൂടി അവരുടെ അഹങ്കാരം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ഈ നരസിംഹൻ എമ്പ്രാന്തിരി കുറേ കാലം ഇരിഞ്ഞാലക്കുട താമസിച്ചിരുന്നു. അദ്ദേഹമാണ് ഇവിടുത്തെ സ്ത്രീകളെ പലരെയും കൈകുട്ടികളി പഠിപ്പിച്ചതെന്നും. അപ്പം അങ്ങനെ ഒരുപാട് രാഗങ്ങളും അദ്ദേഹം പല ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ എൻ്റെ ഈ നരസിംഹാവതാരം മുഴുവൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു കാര്യം കൂടി ചേർക്കണം എന്ന് വിചാരിച്ചതാണ്. ഗണേശൻ മാഷ് പറയുമ്പോഴേ
ഇപ്പം അദ്ദേഹത്തിൻ്റെ പൂർവിക അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ കാരകുളങ്ങര ഭാഗത്താകും. അവിടെ ഈ എംബ്രാന്തിരി സമുദായത്തിലെ കുറച്ച് പേരുണ്ട്. അവിടെ ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. ചിലപ്പോൾ റൂട്ട്സ് അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുമായിരിക്കാം. അത് വാസ്തവമാണ്. ഈ മിത്തുകളും എല്ലാം ചിലപ്പതികാരം തൃക്കണമതിരത്ത് വിളങ്കോടുകൾ എഴുതുമ്പോൾ നടവരുമ്പത്തിൻ്റെ വൈണികമാരെ സൂചിപ്പിച്ചത് പരാമർശം അതിലുണ്ടെന്ന് സൂചിപ്പിക്കുമ്പോൾ അത്ഭുതപ്പെടാനില്ല. എന്നിരുന്നാലും അദ്ദേഹത്തെ ആദരിക്കാനായിട്ട്, സുവർണ്ണമുദ്ര നൽകി ആദരിക്കാനായിട്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് അനിയേട്ടനെ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു.